പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം. NTPC ഗ്രീൻ എനർജിയുടെ പുതിയ IPO വരുന്നുണ്ട്. ദീർഘകാല നിക്ഷേപകർക്കും നിക്ഷേപകർക്കും സുവർണാവസരമാണ്, അപേക്ഷിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഓഹരി വഴി എങ്ങനെ നേട്ടം കൊയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ IPO, ബോണസ്, സ്പ്ലിറ്റ്, ടാർജറ്റ് ഇങ്ങനെയുള്ള മേഖലകളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത്. ഇന്ന് NTPC ഗ്രീൻ എനർജിയുടെ IPOയെക്കുറിച്ച് നമുക്ക് പറയാം. നേരത്തെ നമ്മൾ NTPC ഗ്രീൻ എനർജി IPO വരുന്നുണ്ട് എന്നും അതിൻ്റെ പേരൻ്റ് കമ്പനിയായ NTPCയുടെ ഓരോ ഓഹരിയെങ്കിലും എടുത്ത് വയ്ക്കുകയാണെങ്കിൽ പ്രിഫറൻസ് കാണുമെന്നും പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം. അത് NTPC ഗ്രീൻ എനർജി IPO അതിനായി പേരൻ്റ് കമ്പനി നമ്മൾ 13-ാം തീയതി വരെ, നവംബർ 13-ാം തീയതി വരെ എടുത്തവർക്ക് ആ കോട്ടായിൽ നമുക്ക് അപേക്ഷിക്കാം എന്നാണ്. ഡേറ്റ് നവംബർ 19, 20, 21, 22 വരെയാണ്. 10,000 കോടി സമാഹരിക്കുന്നുണ്ട്. നമ്മൾ റീറ്റെയിലേഴ്സിന് 10% മാറ്റി വെച്ചിട്ടുണ്ട്. 1,000 കോടി രൂപ അവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. നമ്മൾ അന്നേരം പേരൻ്റ് കമ്പനി ഷെയറുള്ളവർക്ക് അത് ആ കോട്ടായിലോട്ട് അപേക്ഷ കൊടുത്താൽ പ്രിഫറൻസ് കിട്ടുന്നതാണ്. സംഭരിക്കുന്നത് 10,000 കോടി. ഡേറ്റ് 19, 20, 21, 22. വില 102 രൂപ മുതൽ 108 രൂപ വരെയാണ്. അപേക്ഷിക്കേണ്ട എണ്ണം 138 അതായത് 108 × 138 14,904 രൂപ വരെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ടതാണ്. നവംബർ 13 വരെ എടുത്തവർക്കാണ് ഈ കോട്ടായിൽ അപ്ലൈ ചെയ്യുന്നത്. പേരൻറ്റ് ഇല്ല, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ അല്ലാത്ത ലിസ്റ്റിൽ പ്രിഫറൻസ് ഇല്ലാത്ത രീതിയിൽ അപേക്ഷിക്കാം. ജീവനക്കാർ അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് 5 രൂപ ഡിവിഡൻഡ് കിട്ടുന്നതാണ്. 10,000 കോടിയിൽ പുതിയ ഓഹരികളാണ്. അവർ മറ്റുള്ള ഓഹരി കൈവശം വെച്ചിരിക്കുന്നതല്ല. ഇതൊന്നാമത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്, നവരത്ന കമ്പനിയാണ്. അതിൻ്റേതായ മെച്ചം നമുക്ക് കിട്ടും. ഇവരുടെ ലീഡ് മാനേജേഴ്സ് എന്ന് പറയുന്നത് HDFC, IDBI, നുവാമ ടെക്നോളജി ഇവരൊക്കെയാണ്. ഇവരുടെ സബ്സിഡിയറി കമ്പനി NTPC ഗ്രീൻ എനർജി, ഓയിൽ കോർപ്പറേഷൻ എനർജി, NTPC എനർജി, ഇങ്ങനെയുള്ള സബ്സിഡിയറി കമ്പനികൾ അവർക്ക് ഉണ്ട്. അതിൽ 10% റീറ്റെയിലേഴ്സിനും 75% ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാക്കി വരുന്നത് വിവിധ ഏജൻസികൾക്കും വൻകിട നിക്ഷേപകർക്കുമായിട്ട് നീക്കി വച്ചിരിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ഡേറ്റ് 25-ാം തീയതി നമുക്കറിയാം, നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ലിസ്റ്റ് ചെയ്യുന്നത് 27-ാം തീയതിയാണ്. NSEയിലും BSEയിലും ഒരേ സമയം ലിസ്റ്റ് ചെയ്യും. നമുക്കന്നേരം ഓപ്പണിങ് ഏറ്റവും കൂടിയ നിരക്കിലാണ്, പ്രീമിയം റേറ്റ് കൂടുതലാണ് വരുന്നതെങ്കിൽ 138 കൂടിയ 160, 170 ഒക്കെയാണ് ഓപ്പണിങ് വരുന്നതെങ്കിൽ നമുക്ക് അന്നേരം വേണമെങ്കിൽ അതിൽ കുറേ വിറ്റ് മാറി ലാഭം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റ് മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കുന്നതിനെക്കുറിച്ച് നോക്കാം. ടാർജറ്റ് L&T 3,960 കിട്ടുകയാണെങ്കിൽ 4,200 ഫസ്റ്റ് ടാർജറ്റ്, 4,200 സെക്കൻഡ് ടാർജറ്റുമായിട്ട് കണക്കാക്കാം. M&M 3,520 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ 3,664, 3,700 ഒക്കെ ടാർജറ്റ് ഇട്ട് നമുക്ക് ആ സമയമാകുമ്പോൾ വിൽക്കാം. ടാറ്റ സ്റ്റീൽ 175 എടുത്തു കഴിഞ്ഞാൽ 195, 210 ടാർജറ്റിന് വിൽക്കാവുന്നതാണ്. ടൈറ്റാൻ 3,400 എടുത്തിട്ട് 3,800, 4,200 ഒക്കെ ടാർജറ്റ് ഇട്ട് വിൽക്കാം. ഇന്ത്യൻ ഹോട്ടൽ 759 എടുത്തിട്ട് 785 ആകുമ്പം വിൽക്കാം. ബോണസ് വരുന്ന കമ്പനി KPI ഗ്രീന് 750 രൂപ, ബോണസ് 1:2 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. സ്പ്രൈറ്റ് അഗ്രോ 19 രൂപ വിലയാണ്, ബോണസ് 1:1 ആണ്. 29 നവംബറാണ് റെക്കോർഡ് ഡേറ്റ്. സ്കൈ ഗോൾഡ് 3,257, 9:1 ആണ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഡിവിഡൻഡ് MSTC 588, ഡിവിഡൻഡ് 4 രൂപ, 22 നവംബറാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് 1,329 രൂപ, ഡിവിഡൻഡ് 4 രൂപ, 20 നവംബറാണ് വരുന്നത്. പിന്നെ സ്പ്ലിറ്റ് വരുന്നത് മോഹിത് ഇൻഡസ്ട്രി 28 രൂപ വരെയാണ്. സ്പ്ലിറ്റ് 1:10 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ജയ് ബാലാജി 999 രൂപയാണ്, 1:5 ആണ് സ്പ്ലിറ്റ് വരുന്നത്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. വിവിധ് മെർക്കൻറ്റൈൽ 63 രൂപ വിലയാണ്. സ്പ്ലിറ്റ് 1:10 ആണ്. 29 നവംബറാണ്. ഈ ഒരു വീഡിയോ നമ്മളുടെ പഠനാവശ്യത്തിന് തയ്യാറാക്കിയതാണ്. നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, എന്നിട്ട് വാങ്ങണോ വേണ്ടായോ എന്ന് നിശ്ചയിക്കുക.
ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.